ഇൻവെന്ററി. മാസ്റ്റേഴ്സിലെ ഇൻവെന്ററി സെക്ഷനിൽ പ്രോഡക്ട്സ് ക്രിയേഷൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ നോക്കുന്നത്. ഇവിടെ ഓരോ പ്രോഡക്റ്റിനോടും ബന്ധപ്പെട്ട മറ്റ് ഘടകങ്ങളുടെ ക്രിയേഷൻ പ്രോസസ് നമുക്ക് മനസ്സിലാക്കാം. ഓരോ പ്രോഡക്റ്റിനെയും അതിന്റെ നേച്ചർ അല്ലെങ്കിൽ യൂസ് അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അതിനായി ഇവിടെ നേച്ചർ, ക്ലാസിഫിക്കേഷൻ, ഗ്രൂപ്പ്, കാറ്റഗറി തുടങ്ങിയ ഓപ്ഷനുകൾ ഉള്ളത്. സ്റ്റോക്ക് ഗ്രൂപ്പ് ക്രിയേഷൻ എങ്ങനെയാണ് ആദ്യം മനസ്സിലാക്കാം. അതിനായി സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പ് നെയിം കൊടുക്കുക. എല്ലാം ഫിൽ ചെയ്ത ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ആ ഗ്രൂപ്പ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആകും. നമുക്കത് വ്യൂ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷനുകളും ലഭ്യമാണ്. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് കാറ്റഗറി ക്രിയേഷനും. ഇവിടെ ക്രിയേറ്റ് കാറ്റഗറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി നെയിം കൊടുക്കുക. ആവശ്യമെങ്കിൽ ഇവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ആ കാറ്റഗറി ക്രിയേറ്റ് ആകും. ഇതുപോലെ വ്യൂ, എഡിറ്റ്, ഡിലീറ്റ് ഓപ്ഷനുകളും ലഭ്യമാണ്. അടുത്തത് ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരു സ്റ്റേഷനറി ഷോപ്പ് എടുത്താൽ ഒരു പെന്നിന് പലതരം ബ്രാൻഡ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് ലെക്സി എന്നൊരു ബ്രാൻഡ്. ഇതുപോലുള്ള ബ്രാൻഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ആ ബ്രാൻഡിനടിയിൽ അവയുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സ് അറേഞ്ച് ചെയ്യാൻ കഴിയും. ഇവിടെയും വ്യൂ, എഡിറ്റ്, ഡിലീറ്റ് എന്നിങ്ങനെ ഓപ്ഷനുകൾ ലഭ്യമാണ്. അടുത്തത് യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്ട്സ് എത്ര അളവിൽ മെഷർ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതായത് ക്രിയേറ്റ് യൂണിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് നമ്പർ എന്ന യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ടൈപ്പ് ആയി സിമ്പിൾ സെലക്ട് ചെയ്യുക. സിമ്പിൾ ആയി NOS എന്ന് നൽകുക. പിന്നെ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് ലിസ്റ്റിൽ നിന്ന് ആവശ്യമായ കോഡ് സെലക്ട് ചെയ്യുക. ഡെസിമൽ പ്ലേസ് ആവശ്യമായാൽ ഉദാഹരണത്തിന് 2 എന്ന് കൊടുക്കാം. എല്ലാം ഫിൽ ചെയ്ത ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ആ യൂണിറ്റ് ക്രിയേറ്റ് ആകും. അതുപോലെ വ്യൂ, എഡിറ്റ്, ഡിലീറ്റ് ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്.